ഒരു നിമിഷം പോലും സതീശനോ ചെന്നിത്തലയോ സണ്ണി ജോസഫോ KC വേണുഗോപാലോ ബാക്കി വെക്കാതെയാണ് അടിയന്തരമായി പുറത്താക്കിയത്. ഈ തിരക്കിട്ട നടപടിക്ക് ആദ്യം തന്നെ വിധേയനാവേണ്ടി വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി പാലക്കാട് 24ാം വാർഡ് കൗൺസിലർ പ്രക്ഷോഭ് ആണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ വരെ പേര് ഉപയോഗിച്ചുകൊണ്ടും അതും ദുരുപയോഗം ചെയ്തുകൊണ്ട് കൗൺസിലർ നടത്തിയ വലിയ നാടകങ്ങളും ഈ പുറത്താക്കലുകളോടെ പൊളിഞ്ഞിരിക്കുകയാണ്. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രക്ഷോഭ് C. വത്സനെ പാർട്ടി പുറത്താക്കി എന്നുള്ളതാണ്. KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം DCC പ്രസിഡന്റ് A. തങ്കപ്പനാണ് നടപടി പ്രഖ്യാപിച്ചത്. കൗൺസിലർ സ്ഥാനവും പ്രക്ഷോഭ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തു. യുവതിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ഒളിവിലുള്ള പ്രതിക്കായിട്ട് തിരച്ചിൽ തുടരുകയുമാണ്. ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയാനുണ്ട് പാലക്കാടെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്. വെറും 10 ദിവസം മാത്രമേ ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുത്തനെയും ഈ പാർട്ടി വെച്ച് പൊറുപ്പിക്കില്ല എന്ന് രമേശ് പിഷാരടി അടിവരയിടുന്നത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ആർക്ക് വേണമെങ്കിലും അങ്ങനെ പറയാലോ. അതിപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളെപ്പറ്റി പറയുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നമുക്കില്ലല്ലോ. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ടെങ്കിലും അവരെല്ലാം കൃത്യമായി ശിക്ഷിക്കപ്പെടണം എന്നുള്ള പക്ഷത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിവിടെ എത്തിയിട്ട് ഏകദേശം 10 ദിവസം ആകുന്നു. ഞാനിവിടെ വന്ന ശേഷം ഇവിടെ നമ്മൾ പ്രചരണത്തിന് ഇറങ്ങുമ്പം മണ്ഡലം പ്രസിഡന്റുമാർ, കമ്മിറ്റിക്കാർ, അങ്ങനെ ഭാഗം തിരിച്ച് ഓരോ സ്ഥലങ്ങളിൽ അതാത് പ്രദേശങ്ങളിലെ ആളുകൾ വരാറുണ്ട്. ഞാൻ പലരെയും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അത്തരത്തിൽ ഇദ്ദേഹവും ഞാനിപ്പോൾ ചിത്രങ്ങൾ കണ്ടപ്പം നമ്മുടെ കൂടെ പ്രചരണാർത്ഥം ഇവിടുത്തെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായി ഇവിടെ വന്ന ശേഷം ഒരാളെയും അങ്ങനെ കാര്യമായി പരിചയപ്പെട്ട് നിൽക്കാനുള്ള അവസരങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് എൻ്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, പ്രചരണത്തിനുണ്ടായിരുന്നു എന്ന് കണ്ടത്. വളരെ ഖേദകരമായ വാർത്തയാണ് കേട്ടിട്ടുള്ളത്. ചൂഷണം ചെയ്ത പെൺകുട്ടിക്ക് കൃത്യമായും നീതി ലഭിക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ പോലീസും സിസ്റ്റംസും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്താണോ നടപ്പിലാക്കേണ്ടത് ആ നീതി കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. അതെ, അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി പോലീസ് തീരുമാനങ്ങളാകുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നേതൃത്വം തീരുമാനിച്ച് വേണ്ട നടപടികൾ എടുത്തോളും. എല്ലാ കാലത്തും എടുത്തിട്ടുള്ളതാണല്ലോ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ. നേതൃത്വം ആലോചിച്ച് അതിന് ഇവിടെയുള്ള മറ്റ് മുതിർന്ന നേതാക്കൾ അതിന് വേണ്ട കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്തോളും. ഉണ്ടാവണം. എന്നെ സംബന്ധിച്ച് തോന്നുന്നത് കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കലുമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അലിഗേഷൻ അത്ര കണ്ട് ജനങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചിന്തിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരങ്ങൾ ഞാൻ എൻ്റെ ഇങ്ങോട്ട് വരുന്ന ഫസ്റ്റ് പത്രസമ്മേളനത്തിലും ആദ്യത്തെ 2 ദിവസങ്ങളിലും കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതും കോടതിയിലാണ്. നിയമം ഏറ്റവും ശക്തമായി നടക്കട്ടെ. നിയമം ഏറ്റവും കൃത്യമായിട്ട് അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് പരാതി വരുന്നതൊക്കെ അവർ വ്യക്തിപരമായി അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് ഏറ്റവും കൃത്യമായ നീതി, ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് കൃത്യമായ നീതി ലഭിക്കണം. അവരുടെ ഭാഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, അവരോടൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും കോടതിയും പോലീസും എല്ലാം വേണ്ട നടപടികൾ കൈക്കൊള്ളണം. ഈ ഷാഫി പറമ്പിൽ ആശാനാണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ആ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? ആർക്ക് വേണമെങ്കിലും അങ്ങനെ പറയാലോ. അതിപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളെപ്പറ്റി പറയുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നമുക്കില്ലല്ലോ, അല്ലേ? നമ്മളെപ്പറ്റി മറ്റുള്ള ആൾക്കാർ പറഞ്ഞു കിടക്കുന്നതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇല്ല. അങ്ങനെ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റില്ല. ഗൗരവമുള്ള വിഷയമാണെങ്കിൽ അത് കൃത്യമായിട്ടും അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുക. ഞാൻ എപ്പോഴും ആ പെൺകുട്ടി, ചൂഷണം ചെയ്ത പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന ഭാഗത്ത് തന്നെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു. വ്യക്തിപരമായ കാര്യം എന്ന് പറയുന്നത് ഇതിൽ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗൺസിലറാണ്, കോൺഗ്രസിൻ്റെ അംഗമാണ്. അപ്പോൾ ഈ അഡ്രസ്സൊക്കെ അയാൾ ദുരുപയോഗം ചെയ്തിട്ടല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായ ഒരു വാർഡ് കൗൺസിലറോ മറ്റുള്ള ആളുകളോ ഒക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ജസ്റ്റ് ഒരു കണ്ടിട്ടുള്ള പരിചയമേ ഉള്ളൂ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും ചെയ്യാവുന്ന കാര്യങ്ങളല്ല. അത് 100% അങ്ങനെ തന്നെ. അതുകൊണ്ടാണല്ലോ ഞാൻ ആ കുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ള തരത്തിൽ പറയുന്നത്. അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ടെങ്കിലും അവരെല്ലാം കൃത്യമായി ശിക്ഷിക്കപ്പെടണം എന്നുള്ള പക്ഷത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ ഒരു വാർഡ് കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം കേട്ട പാതി കേൾക്കാത്ത പാതി ആഘോഷമാക്കാൻ ഇറങ്ങി തിരിച്ചവർ ഒന്നു നിൽക്കണം. ഇത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇവിടെ തെറ്റ് ചെയ്തവർക്ക് യാതൊരു സംരക്ഷണവുമില്ല. മറിച്ച് നീതിക്ക് മാത്രമാണ് സ്ഥാനമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. KPCC നേതൃത്വം പരാതി ഉയർന്ന നിമിഷം തന്നെ ഒരു ഇഞ്ച് വിട്ടുവീഴ്ച ചെയ്തില്ല.
ആരോപണ വിധേയനായ വ്യക്തിയെ പാർട്ടിയുടെ പ്രാഥമികമായ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് കാണിച്ച ഈ ആർജവം കേരള രാഷ്ട്രീയത്തിൽ പുതിയ ഒരു മാതൃകയാണ്. ആരോപണങ്ങൾ ആർക്കെതിരെയും വരാം. എന്നാൽ ആ ആരോപണത്തോട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് ആ പാർട്ടിയുടെ അന്തസ്സും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഇരിക്കുന്നത്. ഇവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് രണ്ടാമതൊരു ചിന്തയില്ല. അതുകൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കാൻ പോലും കാത്തു നിൽക്കാതെ പാർട്ടി അച്ചടക്കത്തിന്റെ വാൾ വീശിയതും. ഇത് കേവലം ഒരു സസ്പെൻഷൻ അല്ല, അല്ലെങ്കിൽ പുറത്താക്കലോ അല്ല, മറിച്ച് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ്. ഇവിടെയാണ് നാം CPM-ന്റെയും ഇടതുമുന്നണിയുടെയും ഇരട്ടത്താപ്പിന് ചോദ്യം ചെയ്യേണ്ടത്. കോൺഗ്രസിനെതിരെ വിരൽ ചൂണ്ടുന്നവർ സ്വന്തം പാർട്ടിക്കുള്ളിലെ പീഡന വീരന്മാരുടെ നീണ്ട പട്ടിക മറന്നു പോകരുത് എന്നേ പറയാനുള്ളൂ. ബലാത്സംഗ കേസിൽ പ്രതിയായി ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട കൊല്ലം MLA മുകേഷിനെ സംരക്ഷിക്കാൻ നെട്ടോട്ടമോടുന്നവരാണോ കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിട്ടും MLA സ്ഥാനത്ത് നിന്ന് മുകേഷിനെ മാറ്റാൻ തയ്യാറാക്കാത്ത CPM ഏത് ധാർമ്മികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? സ്വന്തം ഭാര്യയിൽ നിന്ന് ഗാർഹിക പീഡന ആരോപണം നേരിട്ടപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന, പിന്നീട് സോളാർ കേസിലെ പ്രതിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയെന്ന ഹൈക്കോടതി പോലും പരാമർശിച്ച മന്ത്രി KB ഗണേഷ് കുമാറിനെ ക്യാബിനറ്റിൽ കൊണ്ടു നടക്കുന്നവരാണ് ഇടതുപക്ഷം. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ലൈംഗിക ആരോപണം ഉയർത്തിയപ്പോൾ അക്കാര്യം പോലീസിന് കൈമാറുന്നതിന് പകരം സംരക്ഷിക്കാൻ ശ്രമിച്ച സർക്കാർ നിലപാടും കേരളം മറന്നിട്ടില്ല. DYFI നേതാക്കൾ മുതൽ ലോക്കൽ സെക്രട്ടറിമാർ വരെ വിവിധ പീഡന കേസുകളിൽ പ്രതിയായിട്ടും അവരെയൊക്കെ വെള്ളപൂശാൻ പാർട്ടി കോടതികൾ നടത്തുന്ന CPM ഇപ്പോൾ കാണിക്കുന്നത് വെറും രാഷ്ട്രീയ നാടകമാണ്.